Welcome to another section of Ammus Creations. കഴിഞ്ഞ ദിവസം ഒരു Q&Aയുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ കുറേ ഡൗട്ട്സും ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യും, ബാക്കി കുറച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാം. സമയം കളയാണ്ട് തന്നെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ വർക്കിനും എത്ര രൂപ മേടിക്കാം എന്നാണ്, എങ്ങനെയാണ് വിലയിടണ്ടേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ സെയിം ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. രഞ്ജി ജേസൺ, റോസ് ടോമി, പിന്നെ റസാൻ, സിന്ധു, അങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ റേറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ വർക്ക്. ഒരേ വർക്കിനും ഒരേ സ്റ്റിച്ചിനും ഒരേ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കച്ച് വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് കട്ട് വർക്ക് ചെയ്യുക, അതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇപ്പം ഹാൻഡ് വെച്ച് കട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ടാണ്, മെഷീൻ കട്ട് വർക്കാണ്. അല്ലാണ്ട് കൈകൊണ്ട് കട്ട് വർക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് തന്നെ റേറ്റും ഭയങ്കര കൂടുതലാണ്. പിന്നെ കച്ച് വർക്ക്, അതും ഇതുപോലെ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ചെയ്യുന്ന ആൾക്കാരും വളരെ കുറവായതുകൊണ്ട് ഈ രണ്ട് വർക്കിന് നല്ല റേറ്റ് മാർക്കറ്റിലുണ്ട്. അതിനൊക്കെ നല്ല റേറ്റ് മേടിക്കാം നമുക്ക്. പിന്നെ സാധാ ലേസി ഡേസി അല്ല, സാറ്റിൻ സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, കസോത്തി വർക്ക്, അങ്ങനെയുള്ള സ്റ്റിച്ചസിനൊക്കെ നമ്മൾ പെട്ടെന്ന് തയ്ച്ചു തീരും. നൂലും നമ്മൾ 6 സ്ട്രാൻഡ്സ് എടുക്കുന്നില്ല, 2 or 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നൂലും കുറവാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനൊക്കെ ഒരു 1 hour നമ്മൾ സ്റ്റിച്ച് കംപ്ലീറ്റ്ലി 1 hour ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ 60 to 120 വരെ. അതും ഡിപ്പെൻഡ്സ് ഓൺ എന്തോരം എമൗണ്ട് ആണ് ഡിസൈനിൽ വരുന്നത് എന്നൊക്കെ, ഡിസൈൻ എത്ര സൈസാണ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ 1 hour എന്ന് പറയണത് നല്ലോണം സ്പീഡിൽ തയ്ക്കുന്നവർക്കാണെങ്കിൽ ഒത്തിരി തയ്ച്ചു പോകാം. ബിഗിനേഴ്സിനാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. ഈ 1 hour അധികം തയ്ക്കാൻ പറ്റത്തില്ല. അതും വേരി ചെയ്യും, ഓരോ ആൾക്കാരുടെ ടൈം എടുക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ വരുന്നത് ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, കടായിക്കമ്മൽ, സ്പൈഡർ, അതിനൊക്കെ ഇപ്പോൾ സ്പൈഡർ, കടായിക്കമ്മൽ അങ്ങനെയുള്ള സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ 6 strands യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ യൂസേജ് ഓഫ് ത്രെഡ് കൂടുതലായിരിക്കും, ഒത്തിരി ത്രെഡ് വേണം നമുക്ക്. അപ്പോൾ ആ ത്രെഡിൻ്റെ എമൗണ്ട് റേറ്റ് കൂടുതലായിരിക്കും അങ്ങനത്തെയുള്ള വർക്കിന്. അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടിയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഒരു വർക്കിന് പൈസ ഇടാനായിട്ട്. പിന്നെ ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, അതിനും ഈ പറഞ്ഞ പോലെ 6 strands യൂസ് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തയ്ച്ച് കഴിയും. ഈ 2 ഫ്രഞ്ച് നോട്ടായാലും ബൂളിയൻ നോട്ടായാലും പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ത്രെഡ് ഒത്തിരി കൂടുതൽ ഉപയോഗിക്കും. അപ്പോൾ അത് എന്തോരം നമ്മൾ ത്രെഡ് എടുത്തു, ഒരു ഡിസൈന് എത്ര സമയം എടുത്തു, നമുക്ക് എത്ര ബുദ്ധിമുട്ട് എടുത്താണ് നമ്മൾ തയ്ച്ച്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ റേറ്റ് ഇടുന്നത്. ഒരു ഇങ്ങനത്തെ വർക്ക്സിനൊക്കെ ഒരു 100 rupees, നമ്മൾ 1 hour വർക്ക് ചെയ്ത ഒരു 100-110 rupees വരെ നമുക്ക് മേടിക്കാം. ആ ഒരു റേഞ്ചിലാണ് ഞാൻ പോകുന്നത്. പിന്നെയും അതിന് വേറെ ഈ പൈസ ഇടുന്നതിന് വേറെ ഒരു ഇതുണ്ട്, സ്ഥലം. നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ബൊട്ടീക്സിലോ അവിടുത്തെ ആൾക്കാരോടൊക്കെയാണ് ചോദിക്കണമെങ്കിൽ വർക്ക് ചെയ്ത് തരുമ്പോൾ അവർ ആ സ്ഥലത്തിൻ്റെ ഇത് അനുസരിച്ചായിരിക്കും റേറ്റ് പറയുന്നത്. അത് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ, ഗ്രാമപ്രദേശത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് വില കുറവായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എറണാകുളം അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സിറ്റിയിൽ ബേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് ആയിരിക്കില്ല, കുറച്ചും കൂടെ ഉൾപ്രദേശങ്ങളിൽ പറയുന്ന റേറ്റ്. അപ്പോൾ റേറ്റ് ഡിപ്പെൻഡ് ഓൺ പ്ലേസ് ആൻഡ് ഓരോ ആൾക്കാരുടെ പോലെ ഇരിക്കും, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹായ് അമ്മു, ഡിസൈൻ പാറ്റേൺ എവിടെ കിട്ടാമോ എന്ന് പറയാമോ? ഇത് ചോദിച്ചിരിക്കുന്ന ഈ സെയിം ക്വസ്റ്റ്യൻ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. ശൈലജ, എസ്, ശീതൽ, ജോർജ്, കുഞ്ഞുമോൾ, സണ്ണി ആൻഡ് സിനി സാബു. അപ്പം ഇവരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡിസൈൻസ് നമ്മൾ ത്രെഡൊക്കെ മേടിക്കുന്ന ആ ഷോപ്പിൽ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിൽ അവിടെയൊക്കെ ഡിസൈൻ ബുക്ക് അവൈലബിൾ ആയിരിക്കും.
അപ്പം ഞാൻ പൊതുവേ പണ്ടെങ്ങാണ്ട് മേടിച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ ഡിസൈൻ ബുക്സ് മേടിക്കാറില്ല. ഇപ്പം നെറ്റിലൊക്കെ കൂടുതൽ നല്ല ഡിസൈൻസ് അവൈലബിൾ ആണ്. പിൻട്രസ്റ്റ് അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കുറേ ഡിസൈൻസ് ഇപ്പം നമ്മൾ പെൻസിൽ സ്കെച്ച് വേണ്ട ഡിസൈൻസാണ് വേണമെങ്കിൽ പെൻസിൽ സ്കെച്ച് ഡിസൈൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറേ പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടംമാതിരി ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ എടുക്കുമായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസൈൻസേ ഉണ്ടാവുള്ളൂ. അപ്പം അതും ചിലപ്പോൾ പഴയതായിരിക്കാം, ഡിസൈൻസ് അത്ര പുതിയ ഡിസൈൻസ് ആയിരിക്കത്തില്ല. ഈ നെറ്റിലൊക്കെ ആണെങ്കിൽ അപ് ടു ഡേറ്റ് ഡിസൈൻ വന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ ന്യൂ ഫാഷൻ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഞാൻ കൂടുതൽ ഡിസൈൻസ് എടുക്കുന്നത് നെറ്റിൽ നിന്നാണ്. ബുക്ക് ഞാൻ മേടിക്കാറേ ഇല്ല, പണ്ടെങ്ങാണ്ട് മേടിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങളും നെറ്റിൽ നിന്ന് തന്നെ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ടോപ്പിൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചവരാരൊക്കെയാണെന്ന് വെച്ചാൽ ജയ സാബു, DSD വ്ളോഗേഴ്സ്, ലീല ഗോപകുമാർ, നീനു TP, സ്നേഹ ജോസഫ്, അനീറ്റ എന്നവരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ്. ഇത് ടോപ്പിൽ എവിടെയാണ് ഒരു മെറ്റീരിയലിൻ്റെ എവിടെയാണ് നെക്ക് പോർഷൻ വരുന്നത്, എവിടെയാണ് സ്ലീവ് വരുന്നത്, അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഉടനെ തന്നെ ഇതിനെ ബേസ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്, ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചിപ്പി ബൈജു ആണ്. ചോദിച്ചിരിക്കുന്നത്, ഹായ് അമ്മു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വേണം, അതിൽ മൾട്ടി കളർ, ഡബിൾ ഷെയ്ഡ്, സിംഗിൾ കളർ ത്രെഡ് എങ്ങനെയാണ്, ഏതായിരിക്കും നല്ലതാവുന്നത് എന്നാണ് ചോദിച്ചത്. അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാമോ? ഏത് ഡിസൈനിൽ ഇപ്പോൾ ഒരു ഫ്ലവർ പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മൾട്ടി കളർ ഇട്ടാലായിരിക്കുമോ നല്ലത്, അതോ സിംഗിൾ കളറാണോ, അതോ ഡബിൾ ഷെയ്ഡാണോ, ഏത് ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കണം എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഏതാ നല്ലത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിപ്പി. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇപ്പം നമ്മൾ നോർമലി നമ്മൾ വീട്ടിൽ ഒരു പൂ ഉണ്ടാവുമ്പം അതിൻ്റെ ബഡിന് ഒരു കളറായിരിക്കും, അത് വിരിഞ്ഞു വരുമ്പോൾ താഴെയൊക്കെ ലൈറ്റ് കളേഴ്സും പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ഡാർക്ക് ഷെയ്ഡായിരിക്കും. അങ്ങനെയായിരിക്കുമല്ലോ മിക്ക ഫ്ലവേഴ്സും വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പം അതുപോലത്തെ തന്നെ കളർ എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ അപ്പം ഓരോ പെറ്റലിനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെറ്റലിനും താഴെ വൈറ്റാണ് കൊടുത്ത് മേളിൽ ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എല്ലാ പെറ്റലിനും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റേജ് ഓഫ് ത്രെഡ് കൂടുതലായിരിക്കും. എല്ലാ പെറ്റലിൻ്റെയും താഴെ വൈറ്റ് വന്നം, മേളിലോട്ടൊരു കളർ വന്നം, മറ്റേ പെറ്റലിനും അതുപോലെ തന്നെ നമ്മൾ തയ്ക്കാൻ നോക്കുമ്പം ഒത്തിരി ത്രെഡ് നമ്മുടെ വേസ്റ്റായി പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചാൽ മതി. അപ്പം അതിലും കുറച്ചും കൂടെ കാണാൻ ഭംഗി എല്ലാ പെറ്റിലും സെയിം പാറ്റേണിൽ പോകുന്നത് കാണുമ്പോഴായിരിക്കും ഭംഗി. അപ്പോൾ ഈവൻ കടായി കമ്മൽ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്പൈഡർ തയ്ക്കുമ്പം അതിൻ്റെ നടുക്ക് കടായി കമ്മലിനാണെങ്കിൽ ആ പെറ്റലിൻ്റെ താഴെ വൈറ്റ് പിന്നെ ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ പോവുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ സ്പൈഡർ ആണെങ്കിലും നടുക്കത്തെ ആ സ്പോട്ടിൽ ഡാർക്ക് ഷെയ്ഡ് എന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ ലൈറ്റർ ഷെയ്ഡ് അങ്ങനെ തയ്ക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നല്ല. അപ്പം എല്ലാ സ്പൈഡറിനും ആ ഒരു എഫക്റ്റ് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ പറയുമ്പോൾ നൂല് ഒത്തിരി വേസ്റ്റ് ആകും. അപ്പം അങ്ങനത്തെ കേസിൽ ഇതൊക്കെ തയ്ച്ചാൽ നല്ലതാണ്. അങ്ങനത്തെ കേസിൽ ഒരു സിംഗിൾ കളർ ത്രെഡ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് മൾട്ടി കളർ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്യാം. പിന്നെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യണത് എങ്ങനെയാണ്, കൂടുതൽ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഓയിസ്റ്റർ സ്റ്റിച്ച്, ലേസി ഡേസിക്കും അങ്ങനെയുള്ള സ്റ്റിച്ചിനൊക്കെ മൾട്ടി കളർ ത്രെഡ് നല്ലതാണ്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തൊരു അങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാമോ എന്നാണ് ചിപ്പി ചോദിച്ചിരിക്കുന്നത്. സമയം പോലെ ഇപ്പം ഞാൻ ഓരോന്ന് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ റിക്വസ്റ്റ് പ്രകാരം. അപ്പം അതൊക്കെ കഴിയുമ്പം ഒരു ദിവസം ഇതിന് ഒരു വീഡിയോ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ചിപ്പി തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അമ്മുവിൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, ഹസ്ബൻഡിന് എന്താ ജോബ്, മക്കളുടെ പേര്, പേരൻസ്, സിബ്ലിങ്സ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനോ. ജിനോയ്ക്ക് ഇവിടെ ബാംഗ്ലൂർ ബിസിനസ്സാണ്. മക്കൾ 2 പേരുണ്ട്, ജോനയും ജെർമിയും. മൂത്തവൻ്റെ പേര് ജോന, ഇളയവൻ്റെ പേര് ജെർമി. മൂത്തവന് UKG പഠിക്കുകയാണ്, 5 വയസ്സ്. ഇളയന് 2.5 വയസ്സ്. സ്കൂളിലൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ.
ജിനോയുടെ വീട് തിരുവാണിയൂരാണ്. പേരൻസ് അപ്പയും അമ്മയും അവിടെ തന്നെ തിരുവാണിയൂർ വീട്ടിലുണ്ട്. എൻ്റെ വീട് ആരക്കുന്നം, രണ്ടും എറണാകുളം ഡിസ്ട്രിക്റ്റാണ്, തൊട്ടടുത്തടുത്താണ്, അധികം ദൂരങ്ങളൊന്നുമില്ല. അപ്പം ആരക്കുന്നത്താണ് എൻ്റെ വീട്, അവിടെയും അപ്പയും അമ്മയും. പിന്നെ എൻ്റെ സിബ്ലിംഗ് എന്ന് പറയാൻ എനിക്കൊരു ചേച്ചിയാണ് ഉള്ളത്. ചേച്ചിനെ കെട്ടിച്ചേക്കുന്നത് കോട്ടയത്ത്, പക്ഷെ അവർ കോട്ടയത്തല്ല, ഖത്തറിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ചേച്ചിക്ക് 2 പിള്ളേരാണ് ഉള്ളത്, ചേച്ചിയും 2 പിള്ളേർ, ഹസ്ബൻഡും ഖത്തറിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കൊച്ചു ഫാമിലി വരുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആരാ അയച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻഡ് സെബാസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരു നീണ്ട ക്വസ്റ്റ്യൻ ആണേ. How you find time to do these works among your other responsibilities? Are all works done by you, or do you have somebody to assist your embroidery works? Please share some details about time management and a daily discipline. After all, your works are very beautiful and neat. Thank you, Anne. ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ അറിയാമല്ലോ, ഈ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ, യൂട്യൂബിന് വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ കുറേ സമയവും വേണം. അതുപോലെ തന്നെയല്ല, ഈ പിള്ളേരൊന്നും പാടില്ല, ഒച്ച അനക്കൊന്നും പാടില്ല. അപ്പം ഇതുങ്ങൾ പിള്ളേർ ഉറങ്ങണ സമയം ഉച്ച സമയത്താണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുന്നതൊക്കെ ഉച്ചയ്ക്ക് ഇതുങ്ങൾ ഉറങ്ങുന്ന സമയത്താണ്. പിന്നെ രാവിലെ ഏർലി മോർണിംഗ് ഇച്ചിരി നേരത്തെ എണീറ്റിട്ട് സ്റ്റിച്ചിങ് ചെയ്യാനുള്ളതൊക്കെ ആ സമയത്തിരുന്ന് അപ്പോഴും ഇവർ ഉറങ്ങുവാണല്ലോ, എനിക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ആ സമയങ്ങളിലാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. അടുക്കളയിൽ കയറി പിന്നെ ഡെയിലി റൂട്ടീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സമയം പിന്നെ ഇവിടെ നാട്ടിലായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. കിച്ചണിൽ കയറണ്ട, പിള്ളേരുടെ കാര്യം അങ്ങനെ അധികം നോക്കണ്ട, പാരൻസ് നോക്കിക്കോളും, സുഖമായിരുന്നു. ഫുൾ ടൈം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതുങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോഴേ സ്റ്റിച്ചിങ് ചെയ്യാനുള്ള സമയം കുറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യണത് ഇഷ്ടമാണ്, എൻ്റെ പാഷനാണത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ഇവരെ ഉറക്കുകയോ അല്ലെങ്കിൽ ഇവർ കാർട്ടൂൺ കാണുന്ന സമയത്ത് പോയി തയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തു അങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാനാണെങ്കിലും ചിലപ്പോൾ ഞാൻ ലേറ്റ് ആകും. ഞാൻ യൂഷ്വലി റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഏർലി മോർണിംഗ് ഞാൻ എണീക്കുമ്പോഴായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഇവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ആയിരിക്കും ഇതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നത്. അപ്പം ചിലവരുടെയൊക്കെ കാണാണ്ട് പോകും, റിപ്ലൈ ലേറ്റായി വരുന്നതൊക്കെ. റീസൺ ഇതൊക്കെയാണ്, പിള്ളേർ ഉള്ളത് കൊണ്ട് അങ്ങനെ കൂടുതൽ മൊബൈലുമായിട്ട് ഇരിക്കാൻ സമയം കിട്ടാറില്ല. മൊബൈലിന് റിപ്ലൈ കൊടുത്തും എല്ലാം ചെയ്തിരിക്കാൻ സമയം കിട്ടാറില്ല. ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് റീസൺ. ഡിലേ ആവണതും ഇതുകൊണ്ടൊക്കെയാണ്. ആരും ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. കുറേ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്, അപ്പം ഒത്തിരി ലെങ്തി ആകും വീഡിയോ. അപ്പം ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമ്മൾ നിർത്തുകയാണ്. അടുത്ത ദിവസം വേറെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.